ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിക്കാൻ ഇനി വെറും 19 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടകീയ രംഗങ്ങളാണ് വീടിനകത്ത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അടുക്കളയിൽ നിന്ന് നെവിനുമായി ഉണ്ടായ വാക്കുതർക്കത്തിൽ ഷാനവാസ് വയ്യാതെ നിലത്തു വീണിരുന്നു. തുടർന്ന് ആദ്യം കൺഫെഷൻ റൂമിലേക്കും പിന്നീട് ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു. ഇതോടെ ഷാനവാസിന്റെ ആരോഗ്യനിലയെ ചൊല്ലിയുള്ള ആശങ്കയിലാണ് മത്സരാർത്ഥികളും പ്രേക്ഷകരും. ബിഗ് ബോസ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് നടക്കുന്നതിനിടെയാണ് ഷാനവാസിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതും ആശുപത്രിയിലേക്ക് മാറ്റിയതും. എന്നാൽ ഷാനവാസിന്റേത് ഓവർ ആക്ടിംഗ് എന്നായിരുന്നു അക്ബർ, നെവിൻ, ആര്യൻ എന്നിവർ പറഞ്ഞത്. ഇത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളെ അറിയിച്ചിരുന്നു. ഇന്നിനി ഹൗസിലേക്ക് വന്നേക്കില്ലെന്നും ബിഗ് ബോസ് മറ്റ് മത്സരാർത്ഥികളെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് ആരാധകർ ആശങ്കയിലായത്. കാരണം മുൻ സീസണുകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല മത്സരാർത്ഥികൾക്കും ഷോ ക്വിറ്റ് ചെയ്ത് പോവേണ്ടി വന്നിട്ടുണ്ട്. ഈ സീസണിൽ അത്തരമൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഷാനവാസിന്റെ സംഭവത്തോടെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ഭയക്കുന്നത്. ടോപ്പ് 5-ൽ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ഷാനവാസ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. അതേസമയം സംഭവത്തിൽ നെവിന് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകി. തദവസരത്തിൽ പുതിയ പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് ടീം. നെവിന് അവസാന മുന്നറിയിപ്പ് നൽകുന്നതാണ് വീഡിയോയിലുള്ളത്. നെവിൻ, ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല. ഒരു രീതിയിലുമുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വച്ച് പൊറുപ്പിക്കില്ല. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇത് ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ആക്രമണം ആരുടെയെങ്കിലും നേർക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നെവിനെ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ്. സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ് ബിഗ് ബോസ് നെവിനോടായി പറഞ്ഞത്. പ്രൊമോയ്ക്ക് താഴെ ഒട്ടനവധി പേരാണ് നെവിനെതിരെ കമന്റ് ചെയ്യുന്നത്. നെവിനെ പുറത്താക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നെവിൻ റേഷനായി ലഭിച്ച പാൽ എടുത്തുകൊണ്ടു പോകാൻ നോക്കി. ഇത് ഷാനവാസ് പിടിച്ചു വാങ്ങുന്നുമുണ്ട്. പാൽ കവർ പൊട്ടുകയും നെവിൻ അത് ഷാനവാസിന് പുറത്തേക്ക് ഒഴുക്കുകയും കവർ ദേഹത്തെറിയുകയും ചെയ്തത് നേരത്തെ പുറത്തുവിട്ട പ്രൊമോയിൽ നിന്നും വ്യക്തമാണ്. അതേസമയം നിലവിൽ 9 മത്സരാർത്ഥികളാണ് ഷോയിലുള്ളത്. ബിഗ് ബോസ് എപ്പിസോഡിൽ വളരെ കലുഷിതമായ സംഭവങ്ങളാണ് ഹൗസിൽ അരങ്ങേറിയിരിക്കുന്നത്. വയ്യാതെ നിലത്ത് കിടന്ന ഷാനവാസിന്റേത് ഓവർ ആക്ടിംഗ് എന്നായിരുന്നു അക്ബർ, നെവിൻ, ആര്യൻ എന്നിവർ പറഞ്ഞത്. ഇത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകും വഴി അനുമോളെ ആര്യൻ അടിച്ചതും തർക്കത്തിന് വഴിവെച്ചു. ഷാനവാസിക വീണ് കിടക്കുമ്പോഴും പറയുകയാണ് ഡ്രാമയാണെന്ന്. ഉളുപ്പില്ലാത്തവർ എന്നാണ് നോറ ദേഷ്യത്തോടെ പറഞ്ഞത്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, പക്ഷെ ഇമാതിരി ഓവർ ആക്ടിംഗ് നടക്കില്ല എന്നായിരുന്നു ആര്യന്റെ മറുപടി. സംസാരം ഉച്ചത്തിലായതിന് പിന്നാലെ നെവിന് ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകി. സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറാനുള്ള സ്ഥലമല്ല ഇത് ടിക്കറ്റ് ടു ഫിനാലെ വീക്കാണ്. ആരോഗ്യപരമായ സംവാദങ്ങളും വഴക്കുകളും തർക്കങ്ങളും എല്ലാം ആകാം, പക്ഷേ അതിരുവിടരുത്. ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വച്ച് പൊറുപ്പിക്കില്ല. അതിനുള്ള വേദിയല്ലത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇനി മുന്നോട്ട് പോകില്ല. ഫിനാലെയും കാണില്ല. നെവിന് സംശയം വല്ലതും ഉണ്ടോ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പിന്നാലെയാണ് കൂടുതൽ പരിശോധനയ്ക്കായി ഷാനവാസിനെ താൽക്കാലികമായി ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്ന് ബിഗ് ബോസ് അറിയിച്ചത്. ഇക്കാര്യം ഹൗസിലെയും ബിഗ് ബോസ് അറിയിച്ചു. ഷാനവാസിനെ വിശദമായി പരിശോധിക്കുന്നതിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷാനവാസ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് ഇന്ന് തിരികെ വരില്ല എന്നറിയിച്ച ബിഗ് ബോസ് നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. ഷാനവാസ് തിരിച്ചു വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദമായി നെവിനുമായി സംസാരിക്കേണ്ടി വരും. ബാക്കിയെല്ലാം അപ്പോൾ പറയാമെന്നും ബിഗ് ബോസ് പറഞ്ഞു. ഞാൻ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ആളല്ല. ചിലപ്പോൾ ഗെയിമിന്റെ ഭാഗമായി എന്തെങ്കിലും ചെയ്യും. ഷാനവാസ് എനിക്കെതിരെ പറയുകയാണെങ്കിൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു പിന്നീട് നെവിൻ അക്ബറിനോട് പറഞ്ഞത്. സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറാനുള്ള സ്ഥലം ഇതല്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതിരുവിടരുതെന്നും ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണങ്ങളും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും അതിനുള്ള വേദി ഇതല്ലെന്നും ബിഗ് ബോസ് നെവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും ഇവിടെ ഇനി മുന്നോട്ട് പോകില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.